ഈ 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് സൈലന്റ് ആണ്, റിലയബിൾ ആണ്, റിഫൈൻഡ് ആണ്. കൂടാതെ ഈ ഒരു പുതിയ 6 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നപ്പോൾ 20 പുറത്ത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആണ്, ഒരു അട്രാക്ഷൻ ആണ്. സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മളെപ്പോൾ ആളുകൾക്ക് ഒരു 7 സീറ്റർ വേണമെങ്കിൽ അല്ലെങ്കിൽ MP വേണമെങ്കിൽ നമ്മുടെയൊക്കെ ഡിഫോൾട്ട് ചോയ്സ് എന്ന് പറയുന്നത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് 2012 മുതൽ ഇങ്ങോട്ട് എർട്ടിഗ നിരത്തിലുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ 2012 എർട്ടിഗ വന്നപ്പോൾ തന്നെ തികച്ചും ജനപ്രീതി ആർജിക്കാനായി എന്നുള്ളത് പറയേണ്ടതുണ്ട്. അന്നത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആയിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയാണെന്ന് വെച്ചാൽ സംശയമാണെന്ന് പറയേണ്ടി വരും. എന്നിരുന്നാൽ കൂടി ഇന്നോവ പോലുള്ള ആ ഒരു വലിയ MPVകളിൽ നിന്ന് പോലും കസ്റ്റമേഴ്സിനെ ഈ ഒരു എർട്ടിഗയിലേക്ക് ആകർഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതിശക്തിയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 2ാം ജനറേഷൻ 2019 വന്നു. അതിനൂടെ XL6 വന്നു. XL6ൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാരുതി എർട്ടിഗയുടെ 2022 ഫേസ് ലിഫ്റ്റാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള കുറച്ച് വർക്കൊന്നുമില്ല. പക്ഷേ ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് 1.5 ലിറ്റർ എഞ്ചിൻ വന്നു എന്നുള്ളത് ഒരു പുതുമയായിട്ട് പറയാം. അപ്പോൾ വണ്ടി പ്ലാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സാധനം നമുക്ക് എർട്ടിഗയെ വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ചുറ്റിനാണെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് മാറ്റങ്ങളും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയാം. അതിനുശേഷം വണ്ടി റോട്ടിലേക്ക് എടുത്തിട്ട് ഓടിച്ചു നോക്കാം. ഈ ഒരു എർട്ടിഗയുടെ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോസ്മെറ്റിക്കായിട്ട് കാര്യമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നുമില്ല. ഈ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അങ്ങനെ തന്നെ തുടരുകയാണ്. കൂടാതെ ഈ ഒരു ഗ്രില്ല് പുതിയതാണെന്ന് കാണാം. അതായത് ക്രോം ഇൻസേർട്ടുള്ള ക്രോമിൻ്റെ അതിപ്രസരമുള്ള ഗ്രില്ലാണ്. ആ ഒരു ക്രോമിൻ്റെ ബാർ എന്ന് പറയുന്നത് തികച്ചും കൗതുകരമാണ്. കാരണം ആ ക്രോം ഗ്രില്ല് കണ്ടോ, ആ ക്രോം ഗ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് പോലെ അതിന് താഴെ കൊടുത്ത ആ ഒരു ലൈൻ കേട്ടോ, ആ ഒരു ഹെഡ്ലാമ്പിനകത്തേക്ക് കയറി നിൽക്കുന്ന പോലെ അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഭംഗി എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രോമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഫ്രണ്ടിലേക്ക് ചെറുതായിട്ട് കയറ്റി വെച്ച ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. അതിനകത്ത് ആ ക്രോമിൻ്റെ ഇൻസൈഡൊക്കെ തന്നെ കാണാം. ഇനി വലിയ ബമ്പറാണ് എർട്ടിഗയുടെ. അപ്പോൾ ഞാൻ ഈ എർട്ടിഗയുടെ കാര്യം പറയുമ്പോൾ എല്ലാം പറയുന്നതേ ഉള്ളൂ. കാരണം പുതുമയൊന്നുമല്ല. ഇപ്പോൾ ഒരു ഫോഗ് ലാമ്പ് ആണെങ്കിലും LED ഒന്നുമല്ല. XL6 എല്ലാം LED ആണെങ്കിൽ ഇതിനകത്ത് LED ഒന്നുമല്ല, ഹെലോജനാണെന്ന് കാണാം. ആ ബമ്പറിൽ ഒരുപാട് ഡിസൈൻ എലമെൻ്റ് ഉണ്ട്. അതായത് ആ ഒരു ഫോഗ് ലാമ്പ് നിൽക്കുന്ന ഒരു ഹൗസിങ്ങും താഴെ കൊടുത്തുള്ള ബ്ലാക്ക് ഇൻസൈഡിൻ്റെ ഉള്ള എഡാമും താഴെയായിട്ട് കാണുന്ന ആ ഒരു ബോഡി കളറൊക്കെ തന്നെ മനോഹരമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വണ്ടിക്ക് ചേരുന്ന വിധത്തിലാണ് കാണാം. വലിയൊരു ബോണറ്റ് ഏരിയ കാണാം. ആ ബോണറ്റ് ഏരിയക്കകത്ത് പുതിയ ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനുണ്ട്. ഞാൻ അപ്പോൾ എന്തായാലും ബോണറ്റ് തുറക്കാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫാക്റ്റുകൾ പറയാം. അതായത് ഈ ഒരു എർട്ടിഗയ്ക്ക് മോഡലുകൾ കുറച്ചധികം ഉണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത് VXIയിലും ZXIയിലും ZXI+ലുമാണ്. ഈ ഒരു എർട്ടിഗയ്ക്ക് LXI മോഡലിന് 8,35,000 രൂപയാണ് ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 8,35,000 തുടങ്ങിയിട്ട് 12,79,000 പ്രൈസ് അവസാനിക്കുന്നത്. അതുമാത്രമല്ല ഒരു CNG മോഡൽ കൂടി ഉണ്ട്. CNG മോഡലിൻ്റെ ടൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലിന് 10,40,000 രൂപയുള്ളൂ എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് പറയാം. കൂടാതെ ഇതിൻ്റെ ZSക്ക് 11.54 ലക്ഷം രൂപയാണ് CNG ആകുമ്പോൾ. പുതിയ 1.5 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എഞ്ചിനാണ് ഈ ഒരു എർട്ടിഗയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. കൂടാതെ എർട്ടിഗയ്ക്ക് ഒരു CNG മോഡൽ കൂടിയുണ്ട്. ഈ ഒരു എഞ്ചിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 102 bhp 136.8 nmol. അപ്പോൾ ചെറിയൊരു വ്യത്യാസം XL6 ആയിട്ട് കണ്ടു. കൂടാതെ ഈ ഒരു വണ്ടിക്ക് CNG ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ CNG മോഡലിൻ്റെ പവർ ടോർക്ക് എന്ന് പറയുന്നത് 87 bhp 125 Nm ആണ്. അപ്പോൾ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നു എന്നുള്ളതൊരു കാര്യമായിട്ട് പറയാം, ഒരു പുതിയ കാര്യമാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഈ എഞ്ചിൻ ബേയൊക്കെ നീറ്റാട്ടോ, വളരെ മനോഹരമായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ട് എഞ്ചിൻ ബേയാണ്. XL6ന് വിപരീതമായിട്ട് ആ ഒരു എഞ്ചിൻ്റെ കവർ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. കണ്ടോ, വളരെ കുറച്ച് കോസ്മെറ്റിക്സ് അപ്ഡേറ്റ്സ് ഈ ഒരു എർട്ടിഗയ്ക്കുള്ളൂ. അപ്പോൾ വശങ്ങളിൽ ആ ഒരു അലോയിലൊന്ന് കാണിക്കാം. 185, 65, R15 ആണത്. അപ്പോൾ XL6 അത് 16 ഇഞ്ചാണ്. കൂടാതെ വശങ്ങളിൽ ആ ക്ലാഡിയും കാര്യങ്ങളൊന്നും ഇല്ല. കൂടാതെ റൂഫ് റെയിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ബാക്കിലെ ആ ഒരു വിൻഡോ ആണല്ലേ, അത് ഫ്ലോട്ടിങ് പോലെ തന്നെ വെച്ചിട്ടുണ്ട്. പറയത്തക്കവണ്ണം മാറ്റമൊന്നും എർട്ടിഗയുടെ പിന്നിലുമില്ല. അതായത് ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ലോഗോയും എർട്ടിഗയുടെ ലോഗോയും കണ്ടു. കൂടാതെ താഴെയായിട്ട് പാർക്കിംഗ് സെൻസർ ഉണ്ട്. ബമ്പറിൽ ബ്ലാക്ക് ഇൻസൈഡൊന്നുമില്ല. കൂടാതെ ആ ഒരു 2 റിഫ്ലക്ടർ കാണാം. ഇപ്പോൾ റിയർ ഡീഫോഗറും റിയർ വൈപ്പറും ഉണ്ട്. കൂടാതെ ഒരു ഇൻബിൽറ്റ് സ്പോയിലർ, ഒരു ലിപ് സ്പോയിലർ പോലുള്ള സ്പോയിലർ ഉണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ഒത്തിരി അരോചകമായിട്ട് തോന്നിച്ചു. ഇനി ഹാച്ച് ഡോറിലും ക്രോം ഉണ്ട്. ആ ഒരു ക്രോം എന്ന് പറയുന്നത് ഒരു ചെറിയ പീസായിട്ട് ആ ഒരു ഹാച്ച് ഡോർ കാണാം. ഈ ഒരു എർട്ടിഗയ്ക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ട്. XL6 പോലെ 360 ഇല്ല എന്നുള്ളതാണ്. താഴെയാണ് ആ ഒരു സ്പെയർ വീൽ എന്ന് പറയുന്നത്. കൂടാതെ ആ ഒരു എക്സോസ്റ്റ് കൂടി കാണാം. ഇനി ഈ ഒരു ടെയിൽ ലാമ്പ് ഉണ്ടോ, LED ടെയിൽ ലാമ്പാണത്. പക്ഷേ ടെയിൽ ലാമ്പിനകത്ത് ആ ഒരു ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ആ ഒരു റിവേഴ്സ് ലൈറ്റും ബൾബാണ്. കൂടാതെ ഈ ഒരു ലൈറ്റിൻ്റെ ഏറ്റവും ആധുനികമായ രൂപമാണ് നമ്മൾ XL6 കണ്ടത്. ഇതും ആ ഒരു ഹാച്ച് ഡോറിലേക്ക് കയറ്റി വെച്ച പോലെ തന്നെയാണ്.
ഞാൻ ഈ ബൂട്ട് തുറക്കട്ടെ. ഈ ബൂട്ടിനകത്ത് 3 സീറ്റുകളും പൊക്കി വെച്ചാൽ അത്യാവശ്യം സ്ഥലമേ ഉള്ളൂ. സ്റ്റിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. കൂടാതെ 2 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് അതിന് താഴെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ആ ഒരു സ്പെയർ വീൽ താഴെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു യൂസബിലിറ്റി ഉള്ളൊരു കമ്പാർട്ട്മെൻറ്റായിട്ട് കാണാം. ഇനി ഇതിനകത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ജാക്ക് വയ്ക്കാനുള്ളതാണ്. ജാക്കും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, പുതിയ വണ്ടിയല്ലേ, എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി കാണാം. ഇനി ഈ ഒരു അറയിൽ അതെല്ലാം കീപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ഇനി ഈ ഒരു സീറ്റ് ബെൽറ്റ് കൂടി കാണാം, കണ്ടോ. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എർട്ടിഗയുടെ രൂപം എന്ന് പറയുന്നത്. അതായത് കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പ് പിടിച്ച് പൊക്കി ഇതങ്ങ് നിവർത്തി വയ്ക്കുകയും ചെയ്യാം. ഇനി അകത്ത് കയറാം. അകത്ത് കയറാമെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഫ്രണ്ടിലാണ് കയറുന്നത്. കാരണം നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയാണ്. ഈ ഒരു റിക്വസ്റ്റ് സെൻട്രൽ ചെയ്ത് അൺലോക്ക് ചെയ്ത് കയറാം. ക്രോമാണ് ഡോർ ഹാൻഡിൽ. ഈ ഡോർ പാഡിൽ ആ ഒരു ബോട്ടിൽ ഹോൾഡറും ആ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ ഓട്ടോ അപ്പും ഡൗണുള്ള ആ ഒരു പവറിൻ്റെ കാണാം. ആ ഒരു മിറർ അഡ്ജസ്റ്റ്മെൻറ്റില്ലേ, ക്രോം ഡോർ ഹാൻഡിലും കാണുന്നുണ്ട്. ഈ ഒരു ഫേക്ക് വുഡൻ സെറ്റ് ഏറ്റവും ഭംഗി തോന്നുന്നത് എനിക്ക് XL6 ആണ്. ഇതിനകത്ത് ശരിക്കും അത് ഫേക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നാലും അകത്തേക്ക് കയറാം. ഇപ്പോൾ ഞാൻ എർട്ടിഗയ്ക്ക് അകത്തിരിക്കുകയാണ്. അകത്ത് കാര്യമായിട്ട് പറയാൻ മാത്രം മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ആ ഒരു കപ്പ് ഹോൾഡറിന് ചെറിയൊരു കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ XL6ൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അതിൻ്റെ കുറച്ചൊരു എന്താ പറയുക ബേസ് മോഡൽ XL6 പോലെ തോന്നുന്നൊരു രൂപമായിട്ട് ഈ ഒരു എർട്ടിഗയെ കാണാം. പിന്നെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഇത്തിരി UI ഒക്കെ മാറിയിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം 3 മോഡലുകളുണ്ട് ഈ വണ്ടിക്ക്. 3 മോഡൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്, മാനുവൽ, CNG 3 മോഡലുകളും കൂടെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. വേരിയൻസ് എന്ന് പറയുമ്പോൾ VXI, ZXI പ്ലസ് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. കൂടാതെ മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം LXI, VXI, ZXI പ്ലസ്. അതുമാത്രമല്ല CNGക്ക് 3 മോഡലുണ്ട്. VXIയും ZXIയും കൂടാതെ ടൂർ എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഈ ടൂർ എന്ന മോഡലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ടാക്സിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 മോഡലുകളുടെ ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ മാനുവലിന് 20.51 km/ലിറ്ററാണ് എയർ സർട്ടിഫൈ ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ 20.30 km/ലിറ്ററും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടോർക്ക് കൺവെർട്ടറിന് നല്ല മൈലേജാണ്. സ്മാർട്ട് ഹൈബ്രിഡുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി ഒരു ടോർക്ക് കൺവെർട്ടർ ആകുമ്പോൾ നല്ല മൈലേജാണ്. പിന്നെ CNGക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എന്താ പറയുക ഇന്ധനക്ഷമത എന്ന് പറയുന്നത് 26.11 km/kg ആണ് ആ ഒരു CNGക്ക് പറയുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പോൾ ഒരു പ്രൈസ് കൂടി പറയണ്ടേ. പ്രൈസ് എന്ന് പറയുമ്പോൾ പറയുന്നതെല്ലാം എക്സ്ഷോറൂം പ്രൈസാണ്. അപ്പോൾ 835 LXI വരുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം കൂടി ആഡ് ചെയ്യാൻ വേണമെങ്കിൽ എല്ലാം കൂടി ടാക്സ് ഇൻഷുറൻസ് കൂടെ. അപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് LXI മോഡൽ എന്ന് പറയുന്നത്. LXI ഓട്ടോമാറ്റിക് ഇല്ലാതെ ഒരു പ്രശ്നമാണെങ്കിൽ കൂടി ആ ഒരു വണ്ടി അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചപ്പോഴത്തെ വണ്ടികളുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണെന്ന് പറയാം. കാരണം സെലറിലേക്ക് വരുന്ന പ്രൈസ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ടൂറിന് ഏകദേശം 10,41,000 രൂപയാണ് CNGക്ക് വരുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണിയായിട്ട് ആളുകൾ എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത്. ടാക്സി അല്ലെങ്കിൽ എന്താ പറയുക ക്യാബ് ഓപ്പറേറ്റേഴ്സൊക്കെ. ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് VXIക്ക് 10,99,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ അതിന് 10 ലക്ഷത്തിൻ്റെ പുറത്ത് പ്രൈസ് വരുന്നതുകൊണ്ട് തന്നെ ഒരു 12 ലക്ഷം രൂപയൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 10 ലക്ഷത്തിന് താഴെ മാനുവൽ ടോപ്പ് മോഡൽ എക്സ്ഷോറൂം കിട്ടുമെങ്കിൽ 12.79 ലക്ഷം എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ടോപ്പിന് ZXI പ്ലസിന് വില എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ഈ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരുന്ന എർട്ടിഗ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ആണെന്ന് പറയാം. കാരണം ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഒരു വണ്ടിന് കിട്ടാനില്ല, അതായത് ഈ ഒരു പൈസ കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് പറയാം. എക്സെപ്റ്റ് നമ്മുടെ ആ ഒരു എന്താ പറയുക ട്രൈബറിന് സ്ഥലം കുറവാണ്. എന്നിരുന്നാൽ കൂടി 1.5 ലിറ്റർ എഞ്ചിനൊരു ബൂൺ, അതുപോലെ RX സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് MT അല്ല എന്നുള്ളതൊരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടി വില കൂടി എന്നുള്ളത് എവിഡൻ്റ് ആയ കാര്യമാണ്, നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. പുതിയതായിട്ട് 2022 ഈ ഒരു എർട്ടിഗ ഓട്ടോമാറ്റിക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കിന് പാഡ് ഷിഫ്റ്റ് കിട്ടുന്നതാണ്. ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗിൻ്റെ മുകളിൽ തന്നെയാണ്. കൂടാതെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, പ്ലസ് മൈനസ് എന്നുള്ള ആ ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഈ വൈപ്പർ ഇടതുവശത്തും ഹെഡ് ലാമ്പ് വലതുവശത്തും തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് വൈപ്പിട്ട് കാണിക്കാൻ പറ്റും, കാരണം മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയുണ്ട്, കണ്ടോ വൈപ്പിട്ട് കാണിച്ചു. ഇനി മീറ്റർ കൺസോളൊന്നും കാര്യമായ മാറ്റമില്ല, ഗിയർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും തന്നെ കാണാം. കൂടാതെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി, പിന്നെ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഇൻഡിക്കേഷനും ബാറ്ററിയുടെ അത്ര യൂസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആക്സിലറേഷൻ്റെ മീറ്ററും കൂടാതെ ഈ ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ അത്രയാണ് ഒരു മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയാനുള്ളത്. കൂടാതെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണും ആ ഒരു ESPയുടെ ബട്ടണും കാണാം. ഇനി ഈ ഒരു വുഡൻ ഇൻസൈഡിൻ്റെ ബാക്കി എന്നുള്ള ഡാഷ്ബോർഡിലൂടെ പോകുന്ന ആ ഒരു ഭാഗം ഡോർ പാഡിൽ കയറി നിൽക്കുന്ന ഒരു ഇത്തിരി കൗതുകമുള്ള കാര്യമാണ്. കൂടാതെ AC വെൻ്റ് അണമുറിയാതെ പോകുന്ന ഒരു AC വെൻ്റ് ആണെന്നുള്ളത് XL6 പറഞ്ഞ കാര്യം ഈ ഒരു എർട്ടിഗയിലും എവിഡൻ്റാണ്. ഇനി ഈ ഒരു സ്ക്രീൻ മാറി എന്നുള്ളത് പറയേണ്ടതുണ്ട്. മാറുമെന്ന് പറയുമ്പോൾ സ്ക്രീനിൻ്റെ വിഷ്വൽ ലുക്കല്ല ഞാൻ പറഞ്ഞത്, അകത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ വിഡ്ജറ്റിൻ്റെ കളറുകളൊക്കെ തന്നെ മാറി. കൂടാതെ ഈ ഒരു മെനുകളൊന്നും മാറിയിട്ടില്ല, സെയിം തന്നെയാണ്, പഴയ പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഓഡിയോ സ്വിച്ചുകളാണെങ്കിലും അല്ലെങ്കിൽ കളറിനാണ് മാത്രം ഒരു മാറ്റമായിട്ട് പറയാനുള്ളൂ. കുറേ കണക്റ്റിൽ നമുക്ക് ആ ഒരു ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ കാണാം. കൂടാതെ സെറ്റിങ്സിനകത്ത്
ലാംഗ്വേജ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഒന്നുമില്ല അധികമായിട്ട് പറയാണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള എർട്ടിഗ എന്ന് കാര്യമായിട്ട് മാറ്റമൊന്നും തന്നെ വണ്ടിക്കകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഫീച്ചർ പുതിയതായി തോന്നി. ആവറേജ് സ്പീഡ്, ഫ്യൂൽ എക്കണോമി, ഈ എനർജി ഫ്ലോയിൽ ആ ഒരു ബാറ്ററിയുടെ ആ ഒരു എനർജിയുടെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു ഡോർ അൺലോക്കിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണുന്നത്. കൂടാതെ ഇവിടെ ആ ഒരു അലേർട്ടും വാർണിങ്സും കാണാം. അപ്പോൾ അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ്. സ്ക്രീനകത്ത് പറയത്തക്കവണ്ണം മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് സെയിം ആയിട്ടുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു എർട്ടിഗയ്ക്കും ഉള്ളത്, പുതിയ വണ്ടിക്കുള്ളത്. ഞാനിത് മാറിയിട്ടില്ലെന്ന് പറയാനുള്ള കാര്യം, ഇത് ആ ഒരു 7 ഇഞ്ച് സ്മാർട്ട് പ്ലേ യൂണിറ്റ് തന്നെയാണ്. കളറുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, തികച്ചും ചെറിയ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ആ ഒരു 7 ഇഞ്ച് സ്മാർട്ട് പ്ലേ സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ആ ഒരു വൈഫൈയുടെ സിമ്പിൾ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സിമ്പിൾസൊക്കെ കാണാം നമുക്ക്, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ കോൾ ടു കോൺടാക്ട്, എഡിറ്റ്, ഹോം സ്ക്രീനുമായി ഇമേജ്, പേ, ഡിവൈസ്, ഓട്ടോ, ഒരുപാട് ചെറിയ സെറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നു. ക്വിക്ക് ആക്സസ് ഹബിനകത്ത് സ്റ്റിൽ ഈ വോളിയം നോബ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം വോളിയം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. ആ ഒരു വോളിയം നോബ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നി. ഈ ഒരു വിഡ്ജറ്റിന് പുറമെ വോയിസ് കമാൻഡ്സ് കൂടി ഉണ്ടെന്നാണ് ഞാൻ ഗ്ലാൻസിലും പലരിലും പറഞ്ഞ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്ന ആ ഒരു സൗണ്ട് കേട്ടോ. Sorry, I didn't get that. Please say that again. ഓപ്പൺ ഡ്രൈവിംഗ് റേഞ്ച്, Taking you to fuel economy screen. സംഭവം അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ട് തോന്നി. കാരണം ആ ഒരു ഫ്യൂൽ എക്കണോമിക്ക് നമുക്ക് എത്താൻ പറ്റി. ഇനി സെറ്റിങ്സിനകത്ത് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അതായത് ഇപ്പോൾ ഫ്യൂൽ എക്കണോമി പോലെ, എനർജി ഫ്ലോ പോലെ കുറച്ച് വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇനി ഈ ഒരു 7 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ആ ഒരു ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേയും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇനി മീറ്ററിനകത്ത് ആ MIDയുടെ കാര്യം കൂടി പറയാം. അതായത് ഈ ഒരു MIDയുടെ നോബ് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ, ട്രിപ്പ് റെസിറ്റ് ആൻഡ് സെപ്പറേറ്റ് നോബ് പുറത്ത് കാണാം. അപ്പോൾ ഫ്യൂൽ മീറ്ററും അല്ലെങ്കിൽ എഞ്ചിൻ ടെമ്പറേച്ചറും അകത്തായിട്ട് കാണുന്നുണ്ട്. ഇനി ഹസാർഡ് ലൈറ്റും ആ ഒരു ഡമ്മി സ്വിച്ചും കാണാം. കൂടാതെ ഈ ഒരു പാനൽ തികച്ചും എലഗൻ്റ് ആണെന്ന് പറയുന്നത്. കൂടാതെ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ആണ്. ഈ സോഫ്റ്റ് ടച്ച് ബട്ടൺസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ബ്ലാക്ക് അല്ല കളർ എന്നുള്ളതും ഈ ഒരു ഇൻറ്റീരിയർ കളർ ആണെന്നുള്ളതും ഒരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. പിന്നെ ഈ ഒരു റീസർവേഷൻ ബട്ടൺ കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫീലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു AC കൺട്രോൾ നോബ്സ് ആണ്. താഴെയായിട്ട് 12 വോൾട്ട് ആ ഒരു സോക്കറ്റ് ഉണ്ട്. കൂടാതെ USB സോക്കറ്റ് ആണ്. ഇനി ഈ ഒരു സ്റ്റോറേജ് സ്പേസിനകത്ത് നമുക്ക് അത്യാവശ്യം മൊബൈലും പേഴ്സൊക്കെ വയ്ക്കാം. കൂടാതെ ഈ ഒരു കപ്പ് ഹോൾഡറുകൾക്ക് ഈ ഒരു കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഗിയർ ലിവർ സുപരിചിതമാണ്. അതായത് മുന്നേ കണ്ട ആ ഒരു എന്താ പറയുക, പ്രസേ കണ്ട അല്ലെങ്കിൽ മാരുതിയുടെ മറ്റു വണ്ടികൾ കണ്ട ആ ഒരു ഗിയർ ലിവർ തന്നെയാണ്. കളർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ ഒരു ഓവർ ഡ്രൈവിൻ്റെ ബട്ടണും കൂടാതെ 2L അങ്ങനെയുള്ള ആ ഒരു ലോവർ ഗിയറിലേക്കുള്ള ഷിഫ്റ്റുള്ള ആ ഒരു കാര്യങ്ങളൊന്നും കാണില്ല. കൂടാതെ ഡ്രൈവ് M എന്നുള്ള മോഡുകൾ കാണാം. ഈ M മോഡ് എന്ന് പറയുമ്പോൾ ഡ്രൈവ് മോഡ് നമ്മൾ പാഡ് ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും അത് M മോഡ് ആവുന്നുണ്ട്. അപ്പോൾ M മോഡ് നമുക്ക് ഡ്രൈവിങ്ങിൽ എഞ്ചിൻ ബ്രേക്കിനും കൂടാതെ ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്ന അറിയാനും ഉപയോഗപ്പെടും. വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇനി വലിയൊരു ഗ്ലോ ബോക്സ് അല്ല, സാധാരണ ഗ്ലോ ബോക്സ് തന്നെയാണ്. അപ്പോൾ പില്ലൊരു ടീറ്റേഴ്സ് കാണാം. ആ ഒരു മിററൊക്കെ തന്നെ കാണില്ലേ. ഈ ഒരു ഇൻറ്റീരിയർ മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഡിമ്മിംഗ് അല്ല, ഒരു മാനുവൽ ഡിമ്മിംഗ് ആണ്. XL6ന് വിപരീതമായിട്ട് ഈ ഒരു സൺവൈസറിൽ ഒന്നുമില്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. കൂടാതെ പാസഞ്ചർ സൈഡിൽ നമുക്ക് ആ ഒരു മിറർ കാണാം. ലൈറ്റൊന്നുമില്ല, ഒരു ഓർഡിനറി മിററാണ്. ഇനി ലൈറ്റൊന്നും LED അല്ല, സാധാ ലൈറ്റ് തന്നെയാണ്. കൂടാതെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കണ്ടില്ലേ, സ്പ്രിംഗ് ലോഡറാണത്. AC വെൻറ്റുകൾക്ക്, അതായത് പിന്നിലെ AC വെൻറ്റുകൾക്ക് കാറ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൂളിംഗ് എടുക്കാനായിട്ടുള്ള ഒരു വെൻറ്റുകളോട് കാണാം. ഇവിടുന്ന് എടുത്തിട്ടാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. XL6ൽ 6 സീറ്റുകളാണെങ്കിൽ എർട്ടിഗയിൽ അത് 7ആണ്. നമുക്ക് ഈ ഒരു സീറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റും. കൂടാതെ ബാക്ക് ആൻഡ് ഫോർത്തും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് തേർഡ് റോയിലേക്ക് ആ ഒരു സ്ഥലം കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മളൊന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ എൻ്റെ കാല് സീറ്റിൽ മുഴുവനായിട്ട് മുന്നോട്ട് ഇടുമ്പോൾ പക്ഷേ നമുക്ക് 2 പേർക്കും ഉതകുന്ന ഒരു മ്യൂച്വൽ സ്പേസ് കിട്ടുമെന്നുള്ളത് ഈ ഒരു റിക്ലൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റിങ് ഗുണമായിട്ട് കാണാം. ഇനി ഈ ഒരു വിൻഡോ ഒക്കെ വലുതാണ്, അതുകൊണ്ട് നല്ല എയറി ഫീൽ ഉണ്ട്. കൂടാതെ അത്യാവശ്യം നന്നായി തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റുകളാണ്. തൈ സപ്പോർട്ടിൻ്റെ കാര്യമാണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും അത് മാത്രമല്ല ഇപ്പോൾ AC വെൻറ്റ് പോലുള്ള കാര്യങ്ങളിലുണ്ട്. അത്യാവശ്യം കൂളായിരുന്ന് യാത്ര ചെയ്യാമെന്നുള്ളതൊക്കെ തന്നെ കാര്യമായിട്ട് പറയാം. പിന്നെ ഈ ഒരു ഹെഡ് റൂം ഇഷ്ടം പോലെ ഉണ്ട്. കൂടാതെ തൈ സപ്പോർട്ടും മേറ്റ്സാണ്. അപ്പോൾ 7 സീറ്റുകൾ യൂസബിൾ ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. കാരണം ഈ ഒരു മിഡിൽ സീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക് സീറ്റിലും അഡൾട്ട്സിന് ഇരിക്കാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ 3 സീറ്റുകളും തികച്ചും യൂസബിൾ ആണെന്നുള്ളത്, 3 റോ സീറ്റുകളും. ഇനി പിന്നിലെ ഡോർ പാഡിലും ആ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. കൂടാതെ ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി ക്രോം ഡോർ ഹാൻഡിൽ കൂടി കാണിക്കാം. ഇതാണ് ആ ഒരു പവറിൻ്റെ സ്വിച്ച്. കൂടാതെ ഈ ഹാൻഡിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ഗ്രാബ് ഹാൻഡിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ സീറ്റ് ബെൽറ്റിനും കൂടി അത് വേണമെന്നുള്ളത് ഒരു ബേസിക് കാര്യമാണ്. അതെന്തായാലും മാരുതി സുസുക്കി ഒമിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ആ തേർഡ് റോ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്ഥലമുള്ള ഒരു തേർഡ് റോ എന്നേ പറയുള്ളൂ. അപ്പോൾ എർട്ടിഗയുടെ ഈ തേർഡ് റോ എന്ന് പറയുന്നത് ചെറിയ ദൂരങ്ങൾക്ക് വലിയവർക്കും വലിയ ദൂരങ്ങൾക്ക് കുട്ടികൾക്കും മാത്രം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ കപ്പ് ഹോൾഡറുകൾ പോലുള്ള ലക്ഷറികളുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചമുള്ള അകത്തളമാണെന്നുള്ളത് ഈ ഒരു കാര്യമായിട്ട് പറയാം, നല്ല കാര്യമായിട്ട് പറയാം.
മാരുതി സുസുക്കി എർട്ടിക ഓടിക്കണം. എർട്ടിക ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മാരുതി സുസുക്കിയുടെ 6 സ്പീഡ് ഗിയർ ബോക്സുള്ള ഒരു വണ്ടിയാണത്. അതായത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ ആ ഒരു സിമ്പിളുണ്ട് ബാറ്ററിയുടെയും ആ ഒരു മോട്ടറിൻ്റെയൊക്കെ. അതാ ഒരു സ്മാർട്ട് ഹൈബ്രിഡാണ്. എന്തായാലും നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് വീണ്ടും പറയുന്നില്ല. ഇനി ഗിയർ ലിവറിൻ്റെ മുകളിൽ കൂടുതൽ ഓപ്ഷൻസ് ഇല്ല, ഡിയും എമ്മും മാത്രമേ ഉള്ളൂ. ആ ഒരു പഴയ ഗിയർ ലിവർ തന്നെ ആണെങ്കിൽ കൂടി ഞാൻ എന്തായാലും ഡ്രൈവ് മോഡിലേക്ക് എടുക്കാം. ഡ്രൈവ് മോഡിലേക്ക് ഇട്ടിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു MPV അല്ലെങ്കിൽ MUV ആയതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് കാല് കൊടുത്ത് എടുക്കാതെ സാധാരണ ഒരു റിലാക്സിങ് മൂഡിൽ ഓടിച്ചു തുടങ്ങാം. റിലാക്സിങ് മൂഡിൽ ഓടിച്ചു തുടങ്ങാമെന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് ഫുട്ടാട്ടോ. ഇപ്പോൾ ഏകദേശം 1800, 1700, 2000 RPM ആയി ഡ്രോപ്പ് ആയി അടുത്ത ഗിയർ ആയെന്നുള്ള ഉറപ്പാണ്. ഈ ഡ്രൈവ് മോഡിൽ നമുക്ക് ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത് അറിയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു പാഡ് ഷിഫ്റ്റ് ഉപയോഗിച്ച് നോക്കാം. അതായത് ഞാൻ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനുള്ള പാഡ് ഷിഫ്റ്റ് യൂസ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ മാനുവൽ മോഡ് 6 എന്ന് കാണിച്ചു. അപ്പോൾ 6ാമത്തെ ഗിയറിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1500 RPM നമ്മൾ ലീഗൽ സ്പീഡിലെത്തി. ലീഗൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 70 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡിലെത്തിയിട്ട് നമ്മൾ പോകുന്ന 1400, 1500 RPM എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കാനുള്ളതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക്കാണ് ടോർക്കാനോട്ടാണ് മൈലേജ് പറയുന്നത് 20 പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇന്ധനക്ഷമത സാധൂകരിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഒരു കാര്യം, ആ ഒരു RPM റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാലെടുക്കുമ്പോൾ ആ ഒരു റീജൻ വന്നു, ബ്രേക്ക് ചവിട്ടാതെ റീജൻ വന്നു. അപ്പോൾ കാലെടുക്കുമ്പോൾ റീജൻ വന്ന ബാറ്ററി ചാർജ് ആവുന്ന നമുക്ക് കാണാം, ആ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ആ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഗിയർ ബോക്സ് ആണെന്ന് തോന്നിയിട്ടോ. ഇനീഷ്യൽ ഇംപ്രഷനാണ്. അപ്പോൾ ഇനി അടുത്തത് കാല് കൊടുത്ത് പോകണം. സിഗ്നലാണ്, ഞാൻ കാല് കൊടുക്കാം. കാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിത് മാനുവൽ മോഡിലല്ല കേട്ടോ, ഡ്രൈവ് മോഡിലാണ് കാല് കൊടുക്കുന്നത്. അതായത് ഏകദേശം 6300, 6400 RPM റെഡിലേക്ക് മറിക്കുന്നത്. അപ്പോൾ ഞാൻ കാല് കൊടുത്ത് നോക്കട്ടെ ഒന്ന്. അതിപ്പോൾ ഡ്രൈവ് മോഡ് തന്നെയാണ്. ഡ്രൈവ് മോഡിൽ ഇങ്ങനെ നമ്മൾ സാധാരണ റിലാക്സ് ചെയ്ത് ഓടിച്ചുകൊണ്ട് ഒന്ന് ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് സഡൻലി ഒരു 2-3 ഗിയർ ഡ്രോപ്പ് ചെയ്ത് കയറി പോകുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കാല് കൊടുക്കാം. കാല് കൊടുക്കാൻ പറയുമ്പോൾ കാല് കൊടുത്ത് ഇങ്ങനെ കാല് കൊടുക്കുകയാണ്. ഒന്നുകൂടി കാല് കൊടുക്കാം. RPM മുട്ടിയിട്ടാണ് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സൗണ്ടുകൾ കേട്ടാണ്, എഞ്ചിൻ നോട്ട് കേട്ടാണ്. ഈവൻ തോ മഴയാണെങ്കിൽ കൂടി ആ ഒരു സൗണ്ട് അത്യാവശ്യം നല്ല ഇമ്പമുള്ള സൗണ്ടാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് പറയണം. സ്പെക്ക് പറയാമെന്ന് പറയുമ്പോൾ XL6 ഓടിച്ചിട്ടാണ് ഞാൻ എർട്ടിക ഓടിക്കുന്നത്. XL6 മാനുവലാണ് ഓടിച്ചത്, 5 സ്പീഡ് മാനുവൽ. ഇപ്പോൾ എർട്ടിക നമ്മൾ ഓട്ടോമാറ്റിക്കാണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഓടിക്കുന്നത്. അപ്പോൾ സ്പെക്ക് പറയുമ്പോൾ 102 bhp, 136.5 Nm. അതായത് മുമ്പത്തെ ആ ഒരു വണ്ടിയേക്കാൾ എന്തുകൊണ്ടും പവർ ടോർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ XL6ൻ്റെ സെയിം കഥ തന്നെയാണ് ഈ ഒരു എർട്ടികയ്ക്കും. അതായത് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT വന്നപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പവർ ടോർക്കൊക്കെ ഒരു ഇത്തിരി കുറച്ചു. ഇത്തിരി എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല, ഒരു 1 bhp നമുക്ക് കുറച്ചു. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി ആ ഒരു കാര്യം കൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക നന്നായിട്ടെന്ന് പറയാം. ഇപ്പോൾ ഞാൻ എഞ്ചിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് ഫ്യൂവൽ എഫിഷ്യൻസി കൂടി എന്നല്ല പറഞ്ഞത്, ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി കാലിബ്രേറ്റ് ചെയ്ത കാരണം ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്. ഇപ്പോൾ ഡ്യുവൽ VVT, ഡ്യുവൽ ജെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ വണ്ടിക്കും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മാരുതിയുടെ എല്ലാ വണ്ടി എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് മുതലും കൊണ്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 15 ലക്ഷത്തിൻ്റെ പുറത്ത് ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു എർട്ടികയ്ക്ക്. അപ്പോൾ എർട്ടികയുടെ വില കൂടിയതാണ്. എർട്ടിക കുറച്ചുകൂടി ലക്ഷറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് വില കൂടിയതൊന്നും ലക്ഷറി ഒന്നുമല്ല, പ്രൈസ് ഇപ്പോൾ എല്ലാ വണ്ടിയുടെയും കൂടി, അതിൻ്റെ കൂടുതൽ എർട്ടികയുടെയും കൂടിയതാണ്. ഇപ്പോൾ ഞാൻ ഈ മഴ കാരണം വരുന്ന സൗണ്ടിൻ്റെ ഒരു അലോസരങ്ങളൊന്ന് ക്ഷമിക്കുക, ഒന്ന് ബെയർ വിത്ത് മീ. കാരണം വേറെ ചെയ്യാല്ല, മഴക്കാലത്ത് ഷൂട്ടുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് XL6ന് 16 ഇഞ്ച് വീലാണെങ്കിൽ എർട്ടികയ്ക്ക് 15 ഇഞ്ച് വീലാണ്. കൂടാതെ XL6ന് വെന്റിലേറ്റർ സീറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എർട്ടികയ്ക്ക് ആവുന്നില്ല. പക്ഷേ എർട്ടികയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് 7 സീറ്റ് കിട്ടി എന്നുള്ളതും XL6നെ പോലെ ക്ലാഡിയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്ലെയിൻ ലുക്കാണെന്നുള്ളതൊക്കെയാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതായത് ഒരു സാധാരണ ഒരു MPV മതിയെങ്കിൽ ഈ ഒരു എർട്ടികയാണ് ഏറ്റവും ഉതകുക. കാരണം 7 പേർക്ക് നന്നായിരിക്കാം എന്ന് പറയാൻ പറ്റില്ല, 7 പേർക്ക് ഇരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. 7 പേർക്ക് ഇരിക്കാം, മാത്രമല്ല അത്യാവശ്യം നന്നായിരുന്നു ഓടിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഞാനീ പറയുന്ന കാര്യം എത്രത്തോളം കോൺട്രഡിക്ടറി ആവും എന്നുള്ള സംശയം. എന്നാൽ കൂടി പറയാണ്, XL6നേക്കാളും ഒരു ഇത്തിരി പെപ്പിനെസ് കൂടുതൽ എനിക്ക് ഒരു എർട്ടികയ്ക്ക് തോന്നി. എർട്ടിക ഓടിക്കാൻ കുറച്ചും കൂടി ഒരു ഫൺ ഫാക്ടർ ഉണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറയാം. ഞാൻ മാനുവൽ മോഡിലേക്ക് മാറട്ടെ. അതായത് പാഡ് ഷിഫ്റ്റ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ പാഡ് ഷിഫ്റ്റ് അല്ലാണ്ട് മാനുവൽ മോഡിലേക്ക് മാറട്ടെ. മാനുവൽ 6 എന്ന് കാണുന്നുണ്ട്. അതായത് മാനുവൽ 6 എന്നല്ല, മാനുവൽ 6 എന്ന് കാണുന്നുണ്ട്. അപ്പോൾ 6ാമത്തെ ഗിയറാണ്. ഞാൻ ഒന്ന് കാല് കൊടുത്താൽ എന്താ പ്രത്യേകിച്ചൊന്നും കാണില്ല, കാരണം ആ ഒരു ഗിയറിൽ നിൽക്കാനുള്ളൂ. മാനുവലാണ്, നമ്മൾ മാറ്റണം. ഞാനത് മാറ്റിയിട്ട് 5 ആക്കി, 4 ആക്കി, 3 ആക്കി, 2 ആക്കി. അതായത് ഷിഫ്റ്റൊക്കെ ഇൻസ്റ്റൻസ് ആണ്. നമ്മൾ ആ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ അപ്പം തന്നെ ഷിഫ്റ്റ് ഉണ്ട്. കൂടാതെ ആ ഒരു ഗിയറിൽ മാനുവൽ മോഡിൽ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത് തന്നെ പറയാം. അതായത് ആ ഒരു ഡിസൈർ സമ്മതിക്കുകയാണെങ്കിൽ ഒന്നുകൂടി കാലെടുത്ത് കാണിക്കായിരുന്നു. അപ്പോൾ ഞാനൊന്ന് സ്ലോ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കാല് കൊടുക്കട്ടെ.
വാവ്, ആ റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് മാനുവൽ മോഡ് എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് പറയാം. നല്ല കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കണം. ഒരു ഓവർടേക്ക് അല്ലെങ്കിൽ കയറ്റം കയറാനൊക്കെ നമ്മൾ ഒരു മാനുവൽ മോഡ് ഉപയോഗിച്ചാൽ, ഇപ്പോൾ ഇതിന് മുന്നേ 2L അല്ലെങ്കിൽ എന്താ പറയുക L എന്നീ മോഡുകൾ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു മോഡുകൾ മാറി M മോഡായപ്പോൾ അത് എത്രത്തോളം യൂസബിൾ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മാനുവൽ മോഡിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ റെഡ് ലൈൻ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ലോഡ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴോ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ തികച്ചും ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ CNG മോഡൽ കൂടി ഉണ്ട് എന്നുള്ളത് ഡീസൽ ഇല്ല എന്നുള്ള കാര്യം സാധൂകരിക്കുന്ന വെച്ചില്ല. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് വേണമെങ്കിൽ ഒരു ഇത്തിരി എക്കണോമിക്കലായിട്ട് വണ്ടി വേണമെങ്കിൽ CNG മേടിക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് പറയാം. കാരണം CNG ഓപ്ഷൻ കൂടി എർട്ടിഗയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ചോയ്സ് ഏതായിരിക്കും, XL6 ആയിരിക്കുമോ അല്ലെങ്കിൽ എർട്ടിഗ ആയിരിക്കും? അത് മാത്രമല്ല XL6ൻ്റെ ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ എർട്ടിഗയുടെ ഓട്ടോമാറ്റിക് ആയിരിക്കും മാനുവലിലേക്ക് വെക്കുകയാണ്. ഞാൻ പറയും എനിക്കൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തോന്നിച്ചു. അപ്പോൾ ഈ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ റിലയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്താൽ ഈ വില കൂടുതൽ സാധൂകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ചാൻസ് ഉണ്ട്, താഴെ കമൻറ്റിലൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, എല്ലാ വണ്ടിയും വില കൂടിയ സ്ഥിതിക്ക് ഇതൊരു ഓവർ പ്രൈസ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു 1.5 ലിറ്റർ എർട്ടിഗ വന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ, അതായത് 2012 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത് 1.4 ലിറ്റർ പെട്രോളാണ്. ആ സമയത്ത് ഒരു കണക്ക് വെച്ച് നോക്കുന്നത് ഓവർ പ്രൈസ് തന്നെയാണ്. പക്ഷേ എല്ലാ വണ്ടിയും വില കൂടിയ സ്ഥിതിക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടുത്ത ഒരു ഓപ്ഷൻ ആയിട്ടുള്ള ഇന്നോവ എന്ന് പറയുന്ന ആ ഒരു MPV ഒരുപാട് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കാലം കൊടുക്കാം കേട്ടോ. ഇനി പറയണമെന്നൊരു കാര്യം, ഇപ്പോൾ MPV എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ MUV എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യണത് ശരിക്കും ഇന്നോവയോടൊന്നല്ല, കിയ കാരൻസ് പോലുള്ള വണ്ടികളാണ്. കിയ കാരൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കിയ കാരൻസിന് ഡീസലുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ ആ ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ പെട്രോളും അതെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റിൽ XL6 അല്ലെങ്കിൽ എർട്ടിഗ മേക്ക് സെൻസ്. കാരണം ഈ 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് സൈലൻ്റ് ആണ്, റിലയബിൾ ആണ്, റിഫൈൻഡ് ആണ്. കൂടാതെ ഈ ഒരു പുതിയ 6 സ്പീഡ് ഓട്ടോമാറ്റിക് വന്നപ്പോൾ 20-ന് പുറത്ത് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ് ആണ്, ഒരു അട്രാക്ഷൻ ആണ്. അപ്പോൾ XL6 അല്ലെങ്കിൽ എർട്ടിഗ മേക്ക് സെൻസ്. ഇപ്പോൾ നമുക്ക് 7 സീറ്റ് വേണമെങ്കിൽ എർട്ടിഗ മേടിക്കാമെന്നുള്ളതും 6 സീറ്റ് മതിയെങ്കിൽ XL6 ആണെന്നുള്ളതും ഒരു ലക്ഷറി വണ്ടിയാണ് നമ്മുടെ വണ്ടി എന്ന് കാണിക്കാനായിട്ട് മാത്രം XL6 മേടിക്കാമെന്നുള്ളതൊക്കെയാണ് XL6ഉം എർട്ടിഗ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റിൽ എർട്ടിഗ മേക്ക് സെൻസ്. കാരണം എർട്ടിഗയുടെ ആ ഒരു ബേസ് മോഡൽ ഇപ്പോഴും 10 ലക്ഷം താഴെ കിട്ടുമെന്നുള്ളത് പറയാം. കൂടാതെ VXIയിൽ ഓട്ടോമാറ്റിക് ഉണ്ട് എന്നുള്ളതും ഒരു കാര്യമായിട്ട് പറയാം. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഒരു എർട്ടിഗ കാണാം. അതായത് 1.5 ലിറ്റർ പെട്രോൾ എന്ന് പറയുന്നത് MPV MUV സെഗ്മെൻറ്റിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്നുണ്ട്. മാത്രമല്ല 100 bhp പുറത്ത് പവർ, സ്റ്റിൽ 102 bhp ആണെങ്കിലും ഒരു നല്ല കാര്യമാണ്. 136.5 Nm എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. എന്നിട്ട് കൂടി എനിക്ക് തോന്നുന്നു പെട്രോൾ വണ്ടി എന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ട് എന്നുള്ളതൊരു കാര്യമായിട്ട് പറയാം. പിന്നെ ഈ വണ്ടിക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജികളുണ്ട്. അതുപോലെ എന്താ പറയുക, കുറേ അധികം കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ റിയർ വൈപ്പറിന് ഒരു ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഇല്ല എന്നുള്ളത് ഒരുപാട് വണ്ടിയിൽ ഞാൻ പ്രശ്നമായിട്ട് കണ്ടൊരു കാര്യമാണ്. കാരണം ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഏറ്റവും മിനിമൽ യൂസാണ് റിയർ വൈപ്പറിൻ്റെ. അതായത് അതിന് ഓടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം വെള്ളം വരുമ്പോൾ ഓണായി വന്നാൽ മതി. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓട്ടോ വൈപ്പർ ആ പിന്നിൽ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള ഫീച്ചർ കൊടുക്കുക എന്നുള്ളൊരു നീഡാണ്. അപ്പോൾ അതുകൂടി കാർ കമ്പനികൾ ഇനി അടുത്ത വണ്ടികളിലൊക്കെ സ്വീകരിച്ചേക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു യൂസബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എർട്ടിഗ. അത് മുമ്പ് അങ്ങനെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പവർ കുറവാണ്, ടോർക്ക് കുറവാണെന്നൊക്കെ പറയാമെങ്കിൽ ഈ ഒരു കാറ്റഗറി വണ്ടി നോക്കുന്ന ആളുകൾക്ക് അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് തോന്നില്ല. കാരണം ഒരു MPV എന്ന് പറയുമ്പോൾ, ഒരു പീപ്പിൾ മൂവർ എന്ന് പറയുമ്പോൾ ഒരു A to B, അതായത് A മുതൽ B വരെ ആളുകളെ വെച്ച് കംഫർട്ടോടെ യാത്ര ചെയ്യണം. ആ ഒരു കാര്യത്തിൽ തികച്ചും തിളങ്ങി നിൽക്കുന്ന വണ്ടിയാണ് ഈ എർട്ടിഗ. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കും. അപ്പോൾ പെട്രോൾ 7 സീറ്റർ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എർട്ടിഗ എടുക്കാം. അതല്ലെങ്കിൽ XL6 6 സീറ്റ് മതിയെങ്കിൽ കുറച്ച് ലക്ഷറി വേണം, കുറച്ച് കൂടുതൽ കാശ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല ഇപ്പോൾ ഡീസൽ ഓപ്ഷൻ ഇല്ല എങ്കിൽ കൂടി CNG എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഉണ്ടെന്നുള്ളത് ഒരു എക്കണോമിക്കലായിട്ട് കൂടി ഈ ഒരു എർട്ടിഗ നമുക്ക് കൊണ്ടുനടക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് കാണാം. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന എർട്ടിഗ എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി ആണെന്ന് ഞാൻ സ്റ്റിൽ പറയും. ഈ ഒരു വണ്ടി ഇപ്പോഴും എനിക്ക് തോന്നുന്നത് XL6നെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണിയാണ്, സ്റ്റിൽ ഓവർ പ്രൈസ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു തന്നെ കരുതണം. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം എന്തിനും അറിയാലോ. ഇപ്പോൾ ഞാൻ ഡ്രൈവ് മോഡിലാണ്. ഏത് ഗിയറിലാണ് നോക്കട്ടെ, 6ാമത്തെ ഗിയറിലാണ്. അപ്പോൾ 6ാമത്തെ ഗിയറിലാണ്. ഞാൻ 5ാമത്തെ ഗിയറിലേക്ക് മാറ്റി, 4ാമത്തെ ഗിയറിലേക്ക് മാറ്റി, 3ാമത്തെ ഗിയറിലേക്ക് മാറ്റി, 2ാമത്തെ ഗിയറിലേക്ക് മാറ്റി, കാല് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.